കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടും കേട്ടും വരുന്ന നിരവധി വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനപ്പെടുത്തുന്നതാണ്, അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ. കൂട്ടാത്മഹത്യകൾ നടക്കുന്നു, കുടുംബാംഗങ്ങൾ തന്നെ മറ്റുള്ളവരെ കൊന്നുകളയുന്നു, വിദ്യാർത്ഥികൾ തമ്മിൽ നമുക്ക് ചിന്തിക്കുവാൻ പോലും വയ്യാത്ത നിലയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, ആ കൂട്ടത്തിൽ ചില വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു, മയക്കുമരുന്നിന്റെ വലിയ വ്യാപനം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വാർത്താ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നു. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നു. നിസ്സഹായമായ ഒരു സമൂഹമായി കേരള സമൂഹം മാറ്റപ്പെട്ടിരിക്കുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. നമുക്ക് പലരെയും കുറ്റപ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കും. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ മതങ്ങൾക്ക്, സഭകൾക്ക് ഒക്കെ ഈ കാര്യങ്ങളിൽ ഇടപെടുവാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഇങ്ങനെ പല കാരണങ്ങൾ അതിനകത്ത് നിരത്തുവാൻ പറ്റുമായിരിക്കും. എങ്കിലും നമ്മൾ നമ്മിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചിറങ്ങി ചെന്ന് ചിന്തിക്കുമ്പോൾ ഈ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഈ വേദനാജനകമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം സംബന്ധിച്ച് പ്രൊഫസർ സാംസ്കറിയ എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയാണ്. പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ഹൃദയങ്ങളോടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുവാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഒപ്പം നമ്മുടെ ഈ സമൂഹത്തിന് ക്രിയാത്മകമായി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് നയിക്കപ്പെടുന്നതിന് ഞങ്ങളുടെ ഈ സംഭാഷണവും ഒരു മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. സാറേ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പം ചെകുത്താന്റെ പിടിയിലാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. സാറിന് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം കണ്ടിട്ട് അത് കുറച്ചുകൂടി അന്വർത്ഥമായിട്ടുള്ള ഒരു വാചകമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ വളരെ അമ്പരപ്പോടും അതിനുപരിയായി ദുഃഖത്തോടുമാണ് കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ കണ്ടുവരുന്ന സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. അതും 100% സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ പലതിലും ഒന്നാം സ്ഥാനത്താണെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ സംസ്ഥാനത്ത് ഗോഡ്സ് ഓൺ കൺട്രി, കഴിഞ്ഞ ദിവസം മറ്റൊരാൾ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഇറ്റ് ബിക്കെയിം എ ഗ്രേവ് യാർഡ് ഓഫ് യങ് പീപ്പിൾ. യുവജനങ്ങളുടെ ശവപ്പറമ്പായി ഇത് തീരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലേക്ക് ഒരു പ്രഭാഷണത്തിൽ ഒരാൾ പറഞ്ഞത്. ഇവിടെ ഫസ്റ്റ് സാംകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഇന്നത്തെ തലമുറയുടെ തലയിൽ വെച്ച് കെട്ടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഞാൻ ഇതിനെപ്പറ്റി പല കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു, മീഡിയയിലും ഒക്കെ ധാരാളം കാര്യങ്ങൾ ഇതിനെപ്പറ്റി വന്നു. എന്നാൽ ഇതെല്ലാം കൂടെ ഞാൻ ചിന്തിച്ചപ്പോൾ അതിനെ രണ്ടായിട്ടങ്ങ് കാറ്റഗറൈസ് ചെയ്യാണ്. ഒന്ന്, കളക്റ്റീവ് ഫെയിലിയർ, കൂട്ടായ ഒരു പരാജയം. രണ്ടെന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് നെഗ്ലക്റ്റ്, കുമിഞ്ഞുകൂടിയ ഒരു അവഗണന. കൂട്ടായ ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തെയും സമൂഹത്തെയും ഒക്കെ താങ്ങി നിർത്തേണ്ട ഒത്തിരി തൂണുകളുണ്ട്. തീർച്ചയായിട്ടും ആ തൂണുകൾക്ക് ഗ്രാജുവലി ഉണ്ടായ ശോഷണം, ബലക്ഷയം, അതിലെ ചില തൂണുകളൊക്കെ വീഴാറായോ എന്ന് പോലും നമുക്ക് തോന്നത്തക്ക രീതിയിൽ പല തൂണുകളും അപ്രത്യക്ഷമായിരിക്കും. അത് ആ കൂട്ടത്തില് ഗവൺമെന്റ് വരാം, ഗവൺമെന്റ് മിഷനറി വരാം, മാതാപിതാക്കൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം, അധ്യാപകര്, മതസംഘടനകൾ, സാമൂഹിക സംഘടനകൾ, സാംസ്കാരിക നേതാക്കൾ. ഈ തൂണുകളൊക്കെ പണ്ട് നമ്മളെ താങ്ങി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അതിനൊക്കെ ക്രമാതീതമായി ഉണ്ടായ ബലക്ഷയത്തിൻ്റെ ഒരു പ്രതിഫലനമല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞത് അക്യുമുലേറ്റഡ് നെഗ്ലക്റ്റ്, അവഗണന. ഇന്ന് കാണുന്നത് ഇന്നുകളിൽ ഉണ്ടായതല്ല. ഇന്നലകളിൽ ഉണ്ടായ ഒത്തിരിയും കാര്യങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോൾ, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച് രാഷ്ട്രവും സഭയും സമൂഹവും ഒക്കെ അവഗണിച്ചു പോയതിൻ്റെ അന്നേരം ക്ലിയർ ചെയ്യാൻ കഴിയാത്തപ്പോഴാണല്ലോ കുമിഞ്ഞുകൂടുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്
ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നത് സാത്താന്റെ പിടിയിലേക്ക്, അത് സാത്താൻ എന്ന് പറയുമ്പോൾ പല പല തിന്മയുടെ എല്ലാ ശക്തികളെയും കൂടി ഒരുമിച്ച് കാണുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രയോഗത്തെ പറ്റി ചെയ്തത്. നമ്മൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇന്ന് നമ്മളൊരു ദുരന്തമുഖത്താണ്, ദുരന്തത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വേണം പറയാൻ. കേരളം സാധാരണഗതിയിൽ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടെ കൈ കോർക്കുന്നത് ഒരു സംസ്കാരം നമുക്കുണ്ട്. അതിലേക്ക് ഇതൊരു ദുരന്തമായി കണ്ടുകൊണ്ട് എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചിട്ട് കൈകോർക്കേണ്ട ഒരു സമയമാണിത്. അല്ലെങ്കിൽ ഈ ദുരന്തം എന്ന് പറയുന്നത് അതിദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യത. ശരിയാ, സാർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരള സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ ഈ പ്രളയമുണ്ടായപ്പോഴും വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഒക്കെ കണ്ടത് മാനുഷിക മുഖമുള്ള ഒരു സമൂഹമാണ് കേരളം. ഒരു സഹായം ചെയ്യാൻ എപ്പോഴും ഓടിയെത്താൻ തയ്യാറാണ് ദുരന്തമുഖത്തേക്ക്. പക്ഷേ നമ്മുടെ സമൂഹം ഒന്നാകെ ഒരു ദുരന്തത്തെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാകുന്ന ഒരു സാഹചര്യം വല്ലാത്ത അപകടകരമായൊരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത എന്നെ വല്ലാതെ ഒലച്ചു കളഞ്ഞൊരു വാർത്തയാണ്. ഒരു യുവാവ് മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് റെയിൽപാളത്തിലിരിക്കുന്നു. അപ്പം അവനെ അവിടുന്ന് അത് കണ്ട ഒരാൾ, ഇവനെ പരിചയമുള്ള ആൾ ഇവനെ അവിടുന്ന് രക്ഷപ്പെടുത്തി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ നിന്ന് ഇയാൾ തിരിച്ചു പോകുമ്പോൾ ഈ കൊണ്ടുവന്നാക്കിയ ഈ ലഹരി ബാധിതനായ യുവാവ് ഈ മനുഷ്യനെ കൊന്നുകളയുക. വല്ലാത്തൊരു ഒരാളെ സഹായിക്കാൻ പറ്റാത്ത. നമ്മൾ സാറേ നേരത്തെ ഉള്ള കാലത്തൊക്കെ നമ്മൾ ഈ കുട്ടികൾ വണ്ടിക്ക് കൈ കാണിക്കും, ലിഫ്റ്റ് ചോദിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ടിയിൽ കയറ്റി. ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന കാലത്തും കാറിൽ പോകുന്ന കാലത്തും ആളുകളെ ലിഫ്റ്റ് കൊടുത്ത് കയറ്റി കൊണ്ടുപോകുന്നതിന് ഒരു മടിയില്ലായിരുന്നു, ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭയമാണ്, ചെയ്യാറില്ല. ചെയ്യാത്തതിൻ്റെ കാരണം ഈ കൊച്ചു പയ്യൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. അവൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് കഞ്ചാവ് ഉണ്ടെങ്കിൽ, അവൻ്റെ കയ്യിൽ ഒരു അല്പം മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടെങ്കിൽ, നമ്മുടെ കാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഇവൻ പിടിക്കപ്പെട്ടാൽ നമുക്കുണ്ടാകാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെ മാറ്റപ്പെട്ടിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ വല്ലാത്തൊരു വ്യാപനം ഉണ്ടായിരിക്കുന്നു. അത് ഇന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു പറഞ്ഞത് 15 മിനിറ്റിനുള്ളിൽ, നിയമസഭയിൽ പറഞ്ഞതാണ്, 15 മിനിറ്റിനുള്ളിൽ ഏത് ലഹരിയും ആർക്കും കിട്ടത്തക്ക നിലയിൽ അവൈലബിൾ ആണ് ഈ സംസ്ഥാനത്ത്. ഭീകരമായൊരവസ്ഥയാണത്. അപ്പം അത്രയ്ക്ക് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിപ്പെട്ടു. അപ്പം അതിൻ്റെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സാർ പറഞ്ഞതുപോലെ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതൊരു സ്വാഭാവിക പരിണതിയിലെ കുറേ കാലങ്ങളായി നമ്മൾ അവഗണിച്ച് കളഞ്ഞ കുറേ കാര്യങ്ങളുടെ നമ്മൾ ക്രമീകരിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും ക്രമീകരിക്കാതെ പോയത് ഗവൺമെൻറ് ഭാഗത്തു നിന്നാണെങ്കിലും സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, എല്ലാവരുടെയും ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്, കുടുംബങ്ങളുടെ ഒരു ഉത്തരവാദിത്വം. രണ്ടാമതൊരു കാര്യം സാർ വന്ന കൂട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഈ തൂണുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ സമൂഹത്തെ താങ്ങി നിർത്തുന്ന പ്രബലമായ ശക്തമായ ചില തൂണുകൾ നമുക്കുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നമ്മുടെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഒരു കുടുംബം 10-12 പേര് ഒന്നിച്ച് താമസിക്കുന്ന, വല്യപ്പച്ചൻ, വല്യമ്മ അല്ലെങ്കിൽ പലരൊക്കെ ഒന്നിച്ച് താമസിക്കുമ്പോൾ മക്കളിലെ കൊച്ചു കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ഓരോരുത്തർക്കും പലരുടെ ശ്രദ്ധ അവരിലേക്ക് വരികയാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. തൊട്ട അയൽവക്ക് താമസിക്കുന്ന ആളുകളെ നമുക്കറിയത്തില്ല. കേരളം വല്ലാതെ അങ്ങ് മാറിപ്പോയി. ഈ കുടുംബ വ്യവസ്ഥിതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വല്ലാത്തൊരു സാഹചര്യമാണ്. സാറ് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചല്ലോ. മരിക്കാൻ നിന്ന ആളിനെ രക്ഷിക്കാൻ പോയ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് പറയും. നമ്മൾ തലമുറയിൽ നിന്ന് അകന്നുപോയോ? നമ്മളും അകന്നുപോയി, അവരും അകന്നുപോയി. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. ഇപ്പം തന്നെ നമ്മൾ കാറിന് കൈ കാണിച്ചാൽ ഒരുപക്ഷേ അവരെ കൊണ്ടുപോകണമെന്ന് മനസ്സിൽ ആദ്യം ഒരു തോന്നലുണ്ടായാലും രണ്ടാമത്തെ തോന്നൽ വേണ്ട. അത് നമുക്ക് വിവേകം നമ്മളെ പിന്തിരിപ്പിക്കാൻ. അവിടെയാണ് നമുക്ക് ഈ സമൂഹത്തിലുണ്ടായ മാറ്റത്തോട് നമ്മളും അങ്ങ്
അലിഞ്ഞു ചേരുകയാണോ എന്നുള്ളത്. അങ്ങനെ അലിഞ്ഞു ചേരും തോറും നമ്മൾ അകന്നു പോവുകയാണെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്. തീർച്ചയായിട്ടും. രണ്ടാമത് കൂട്ടുകുടുംബത്തെ പറ്റി പറഞ്ഞു. അത് നമുക്കൊക്കെ ഉണ്ട് ചെറുപ്പകാലത്തുണ്ടായ ആ ഒരു സഹകരണം. പക്ഷെ ഇന്ന് ആ സഹകരണത്തെ വീണ്ടെടുക്കാൻ നമ്മളൊരു ശ്രമം നടത്താൻ പറ്റും. ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളുടെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം, അവരുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം. പണ്ടത്തെ പോലൊരു പക്ഷേ എല്ലാവരും കൂടെ വന്ന് വലിയ താമസിക്കത്തില്ലെങ്കിലും ആ ബന്ധം നിലനിർത്തുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളോട്, പ്രായമായ നമ്മുടെ കുടുംബാംഗങ്ങളോട് കാണിക്കുന്ന ആ സഹകരണമാണ് തലമുറ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ എത്രയോ കുടുംബങ്ങൾ അങ്ങനുണ്ട്. തീർച്ചയായും സഹോദരങ്ങളും കസിൻസും എല്ലാം കൂടെ അവധിക്കാലത്ത് വന്ന് അവർ പണ്ടത്തെ പോലെ കുറച്ച് സമയമാണെങ്കിലും സന്തോഷിക്കുന്ന നിമിഷങ്ങളുണ്ട്. അപ്പം നമുക്കുണ്ടായ കുടുംബപരമായ സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ആ മാറ്റം അനിവാര്യമാണ്. പക്ഷെ ആ മാറ്റം നിലനിൽക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ചിന്താഗതികൾ, ഇപ്പൊ ഞാൻ എൻ്റെ സഹോദരികളോട് അവരുടെ കുഞ്ഞുങ്ങളോട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്, അവര് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവര് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവരിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഒരു ബ്രിഡ്ജ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയണം. പണ്ട് പറ്റിയതുപോലെ പറ്റിയില്ലെങ്കിലും സാധ്യമായ കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് അധികം എഫർട്ട് ഇല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അത് പറഞ്ഞപ്പോഴേ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ ടെക്നോളജിയുടെ സാധ്യതകളും ഒക്കെ കുറെ ഒരു ഭാഗം നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ ഇതുപോലെ പോസിറ്റീവായിട്ട് ആ ബന്ധങ്ങൾ നിലനിർത്താനൊക്കെ പണ്ടത്തെക്കാട്ടിലും പണ്ടൊരു കത്തെഴുതി അത് വന്നെത്തുക എന്ന് പറയുന്നത്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ ട്രങ്ക് കോളൊക്കെ വിളിച്ച് കാത്തിരുന്നിട്ട് ഒരാളെ ഫോൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിമിഷം നേരം കൊണ്ട് അല്ലെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടുവാൻ പറ്റുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ, സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിലുണ്ട്, വിരൽത്തുമ്പിലുണ്ട്. അപ്പൊ ഈ സാധ്യതകളെല്ലാം ഈ ബന്ധങ്ങൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അതെ, അതിനാദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തുടങ്ങുകയാണ്. അവരാണല്ലോ ഫൗണ്ടേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുണ്ടാകുന്ന ആ ബന്ധമാണ്. അത് വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയേ പറ്റുള്ളൂ. ആ ബന്ധമെന്ന് പറയുന്നത് ആ ബന്ധത്തിന് കെട്ടുറപ്പില്ലെങ്കിൽ ആ പിള്ളേർക്കും തോന്നും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, സ്നേഹത്തിന്റെ പ്രദർശനം. അങ്ങനെ കിട്ടുന്ന കുഞ്ഞുങ്ങൾ അവർ പങ്കുവെക്കും അവരുടെ കാര്യങ്ങൾ. ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നെന്ന് പറയുന്നത് മാതാപിതാക്കൾ ഏറ്റവും അവസാനം അറിയുന്നു, മറ്റു പലരും അറിഞ്ഞിട്ടാണ് മാതാപിതാക്കൾ അറിയുന്നത്. അതിനൊരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഈ ബന്ധങ്ങളുടെ ആ ദൃഢത അവർക്ക് വീട്ടിലോട്ട് ചെന്ന് തുറന്ന് മാതാപിതാക്കളോട് പറയാൻ കഴിയണം. എത്ര ആണെങ്കിലും അവരെ സ്നേഹിക്കുന്നത് മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തിൽ ആർക്കും അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതും ഒരു പക്ഷേ മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ എന്തോ സ്കൂളിലുണ്ടായാലും നഴ്സറി സ്കൂളിലൊക്കെ അവർക്ക് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ നമ്മളോട് വന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് അവർ വളരുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ലാതെ പോകുന്നതാണ് പലപ്പോഴും പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, കാരണം കുട്ടികൾ വരുന്നു, നമ്മളുടെ തിരക്കുകളിലാണ്. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ, അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലവിധമായ തിരക്കുകൾ അവർക്കുണ്ടാകാം. ആ തിരക്കുകൾക്കിടയിൽ നിന്ന് അവരവരുടെ ആ തിരക്കുകൾ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ കിട്ടുന്നത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മളിപ്പം തിയററ്റിക്കലായിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് പറയാൻ സാധിക്കും. പ്രാക്ടിക്കലി പലപ്പോഴും നമ്മുടെ ഈ ചെറിയ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന സമയം വളരെ കുറവ്. അവർ അതിനേക്കാൾ കൂടുതൽ സമയം അവരുടെ ഫ്രണ്ട്സുമായിട്ട് ചിലവഴിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ സമയം അവരുടെ സ്കൂളിൽ അല്ലെ കോളേജിൽ ചിലവഴിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഒന്നിച്ചോ ഒരേ കൂരയ്ക്ക് കീഴിലാണ് ഉറങ്ങുന്നതെങ്കിലും പരസ്പരം ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നത് വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, സ്റ്റേയിങ് ടുഗദർ സെപ്പറേറ്റ്ലി. ഒരു കൂരയ്ക്കുള്ളിൽ ആണെങ്കിലും വ്യത്യസ്തരായി ജീവിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇതിനകത്തൊരു പ്രധാന കാരണമുണ്ട്. മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തിനു വേണ്ടിയാണ് സമയം ചിലവഴിക്കുന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. നമ്മൾ സമയം വെറുതെ ചിലവഴിക്കുകയാണോ,
അതോ നമ്മുടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിലാണോ നാം ചെലവഴിക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. രണ്ട്, നമ്മൾക്ക് എത്ര സമയം എന്നുള്ളതല്ല, കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ അവരുമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ആ കിട്ടുന്ന സമയത്തിനുള്ളിൽ, കാരണം വളരെ തിരക്കുള്ള മാതാപിതാക്കൾക്ക് ദീർഘമായി പണ്ടത്തെ പോലെ ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും അറ്റ്ലീസ്റ്റ് ഡിന്നർ ടൈമിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സമയത്തുണ്ടാകുന്ന ഒരു ആശയവിനിമയം, ആ ക്വാളിറ്റി ടൈം, അവിടെയാണ് അന്ന് ഒരു ദിവസം മുഴുവൻ നടന്ന കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുന്നു. മാതാപിതാക്കളും ഷെയർ ചെയ്യുന്നു, കുഞ്ഞുങ്ങളും ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കും. ചെറുപ്പത്തിലെ അവർക്കൂടെ ഒരു ഉത്തരവാദിത്വം കൊടുത്താൽ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾക്ക് പങ്കുവെക്കുകയാണെങ്കിൽ അവർക്കും മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കണം. നമ്മളത് തിയറട്ടിക്കലാന്ന് പറയുന്ന പോലെ തന്നെ ആ തിയറിയുടെ എല്ലാ വശങ്ങളും പറ്റിയില്ലെങ്കിലും പറ്റുന്ന പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വേറെ കാര്യം, ഇപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും ഞെട്ടലുളവാക്കിയ സംഭവമാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആർക്കും ഒരു ദോഷവും പറയാനില്ല. കിട്ടിയ റിപ്പോർട്ടുകൾ ഒരു 90% അവനെക്കുറിച്ച് ആർക്കും ഒരു തെറ്റായ കാര്യങ്ങൾ പറയാനില്ല. അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ, നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന നമ്മുടെ പുതിയ തലമുറയെ അവർ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ അവർ എന്താണ് ചിന്തിക്കുന്നതെന്നോ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം ഇവനൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാനോ പറ്റും. അവർക്കൊരു തടയിടാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാനോ പറ്റുന്നു. അതേസമയം വളരെ നന്നായി പോകുന്ന ഒരു പയ്യനോട് വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാനോ പറ്റില്ല. ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ പോലും ആ നിലയിൽ നമുക്കൊരു സ്പേസ് വരുന്നില്ല. ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇത് കേട്ടു. വെഞ്ഞാറമ്മൂടിലെ സംഭവം വളരെ ദുഃഖകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ദുഃഖം അതിനകത്തുണ്ട്. കൊല്ലപ്പെട്ട ഫർസാന എന്ന് പറയുന്ന കുട്ടി, ഞാൻ പഠിച്ചിരുന്ന അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലെ MSc 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞാൻ കോളേജിലിടയ്ക്ക് പോകുന്നുണ്ട്. അധ്യാപകരോട് സംസാരിച്ചപ്പോൾ വളരെ സമർത്ഥയായ ഒരു കുട്ടിയായിരുന്നു. അധ്യാപികയാകണമെന്നുള്ള താല്പര്യത്തോടെ അവിടെ ജൂനിയർ സ്റ്റുഡൻസിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വെഞ്ഞാറമ്മൂടിലെ ആ ചെറുപ്പക്കാരനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഇവോൾവിങ് ആൻറ്റി സോഷ്യൽ ഡിസോർഡർ എന്നൊരു സംഗതിയെപ്പറ്റി സാധാരണ പറയാറുണ്ട്. കാലക്രമാതീതമായിട്ട് ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ഡിസോർഡർ. ഈ ചെറുപ്പക്കാരന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ, മൊബൈൽ ഫോൺ കൊടുക്കാഞ്ഞതുകൊണ്ട് അന്ന് വിഷം കഴിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒരു സൂയിസൈഡിയാണോ, റെബല്യനാണോ, അല്ലെങ്കിൽ അന്നുണ്ടായ സ്ട്രെസ്, ആ സ്ട്രെസ് നന്നായിട്ട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ്സിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ പോയി. അപ്പൊ അതിനുശേഷം നമ്മൾ എങ്ങനെ ഈ ചെറുപ്പക്കാരന് എന്ത് മോറൽ സപ്പോർട്ടാണ് കുടുംബമോ സമൂഹമോ അധ്യാപകരോ കൊടുത്തത്? ഒരുപക്ഷെ നമുക്ക് പറ്റുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ കുടുംബക്കാർക്കറിയാമായിരുന്നു, അധ്യാപകർക്കറിയാമായിരുന്നു, അവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാമായിരുന്നു. നമ്മൾ ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയുടെ മറവിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കും. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അന്നുണ്ടായ ഒരു സംഭവം എനിക്കറിയത്തില്ല. അന്നുണ്ടായ സംഭവം കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ മറ്റും പങ്കുവെച്ചിരുന്നെങ്കിൽ ഇവനെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഒരുപക്ഷെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാതെ എത്തിക്കാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. സാറേ, എനിക്ക് അതിനകത്തുള്ള ഒരു വിയോജിപ്പ് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു വിയോജിപ്പല്ല, യാഥാർത്ഥ്യം. ഈ നമ്മുടെ ഒരു സാമൂഹ്യാന്തരീക്ഷത്തിൽ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് അയൽവക്കക്കാരൻ അറിയരുത് അല്ലെങ്കിൽ മറ്റൊരാൾ അറിയരുത് എന്നുള്ളൊരു ചിന്തയാണ് പൊതുവിൽ നമുക്കുള്ളത്. ഈവൻ നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയം പോലും മറ്റൊരാളോട് ഷെയർ ചെയ്യുവാൻ മടിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം അത് അങ്ങനെ ഷെയർ ചെയ്താൽ അവരത് മറ്റൊരാളോട് പറയുമോ എന്നൊക്കെയുള്ളൊരു ഭീതി ആളുകൾക്കുണ്ട്.
ഇങ്ങനെ സമൂഹം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം പൊതുരീതി ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന തരത്തിലേക്ക് മനുഷ്യനെ അവനിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകത്തക്ക നിലയിലേക്ക് ഒരു പ്രഷർ ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ അനേകം കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പം, മാതാപിതാക്കളോട് സംസാരിക്കുമ്പം, സാറേ ഇത് മറ്റാരും അറിയരുത്, കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അങ്കിള് ഇതാരോടും പറയരുത് എന്ന് പറയുന്ന, അത് അവരുടെ മനസ്സിലേക്ക് ഒതുക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഒതുക്കുകയാണ്, മാതാപിതാക്കൾ ഒതുക്കുകയാണ്. അവിടെയാണ് നമുക്ക് പറ്റിയ പരാജയം എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറയുന്നത് നമുക്ക് തുറന്ന്, പ്രാർത്ഥനാ വിഷയം തന്നെ പറഞ്ഞല്ലോ, എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. നമ്മുടെ ഈ പെന്തക്കോസ്ത് സഭകളിൽ പ്രത്യേകിച്ച് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമായിരുന്നു. എനിക്ക് ഇന്ന വിഷയമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോന് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാക്ഷ്യം പറയാന്നൊരു രീതി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അത് വളരെ കുറഞ്ഞു വന്നു. ഉണ്ടെങ്കിൽ തന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ എഡിറ്റ് ചെയ്താണ് പറയുന്നത്, സെൻസർ ചെയ്താണ്. എല്ലാവരും നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. അതെ അതെ. അപ്പൊ ആ എഡിറ്റിങ് നമ്മുടെ സാക്ഷ്യത്തിൽ കൂടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഭയമാണ്. കാരണം അതിന്റെ കാരണം ഇവരാരും നമ്മളെ സഹായിക്കത്തില്ല, ആത്മാർത്ഥതയില്ലെന്നൊരു ചിന്ത. എന്നോടൊരു വിദ്യാർത്ഥി പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ എനിക്ക് തന്നെ പറ്റുകയില്ല, നിങ്ങൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനൊരു ചിന്ത വരുമ്പോഴാണ് ആരോടും പറയാതെ ഇത് ഉള്ളിൽ കൊണ്ട് നടന്നുകൊണ്ട് സൂയിസൈഡിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിലും വന്ന ഏറ്റവും വലിയൊരു ദോഷമാണ്, നമുക്ക് ഉള്ള വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷേ കുടുംബാംഗങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. ഒബ്സർവ് ചെയ്ത് പറ്റിയാൽ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. ഞാൻ അതിന് ഒരു ഉദാഹരണമായിട്ട് എൻ്റെ ഒരു കൊളീഗ്, ഒരു രണ്ടുപേരും അധ്യാപകരായിരുന്നു. അപ്പോൾ അവരുടെ മകന് അവന് സ്ലോലി മയക്കുമരുന്നിലേക്ക് പോയപ്പോൾ, അപ്പോൾ അത് സഭയിൽ പറഞ്ഞു, കുടുംബങ്ങളോട് പറഞ്ഞു. മലയാളികളല്ല എന്ന് ഞാൻ എടുത്തു പറയും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരും കുടുംബാംഗങ്ങളും എല്ലാവരും റീഹാബിൽ സെന്ററിലേക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഈ മകന്റെ കൂടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ സമയം ചെലവഴിക്കുമായിരുന്നു. എന്നോട് അപ്പം പറഞ്ഞത്, രാത്രിയിൽ ആ മകന് 26 വയസ്സുണ്ടായിരുന്നു, എൻ്റെ കൂടാണ് ഉറങ്ങുന്നത്. അപ്പൊ ആ പിതാവ് പറഞ്ഞത്, ഇവൻ അങ്ങനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ അവൻ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ അത് എന്നെ വളരെ സ്പർശിച്ച ഒരു എക്സാമ്പിൾ ആയിരുന്നു. അദ്ദേഹം ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ചുരുക്കം നല്ല അനുഭവങ്ങളും ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് അത് മാത്രമല്ല, ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ, ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ, അത് തന്നെ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. എല്ലാവരും മാർക്കിന്റെ പെർസെൻറ്റേജ് പറയുമ്പോൾ നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷി പറഞ്ഞ് ഇരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ബാക്കിയുള്ളവർ 94, 96 എന്ന് പറയുമ്പോൾ 60കാരൻ പറയുന്നു ഞാൻ നന്നായി ജയിച്ചു എന്ന് പറയുന്ന അവന്റെ ആ മാനസികാവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവും. അത് പറഞ്ഞാൽ എന്തോ ഒരു നാണക്കേടാണ്, അത് പൊതുസമൂഹം അംഗീകരിക്കത്തില്ല എന്ന് വെച്ചത്. വളരെ മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹം കുട്ടികളിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നു. ഒരു പൊട്ടിത്തെറിക്കത്തക്ക നിലയിലുള്ള ഒരു പ്രഷർ കുക്കറിൻ്റെ അവസ്ഥയിലായി കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ അവർക്ക് താങ്ങാവുന്നില്ല. നമ്മുടെ വഴികളെ കുറിച്ച് നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഈ ഓരോ വഴിക്കും താങ്ങാവുന്നതിലധികം വാഹനങ്ങളാണ് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വഹിക്കാവുന്നതിലധികമുള്ള ഭാരം അവരിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനം അങ്ങനെ എത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത്, സാർ ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് വേറൊരു വിഷയമാണെങ്കിൽ പോലും ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയുകയാണ്. ഈ നമ്മുടെ സ്കൂളുകളിൽ ഈ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അവൻ്റെ പ്രായോഗിക ജീവിതത്തിനോ ഭാവിക്കോ പ്രയോജനമുള്ള അല്ലെങ്കിൽ അവന് പ്രയോജനപ്പെടുന്ന സിലബസ് ഭാഗങ്ങൾ അതിനകത്ത് വളരെ കുറവാണ്. അപ്പോൾ തന്നെ പ്രാക്ടിക്കൽ, ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാക്ടിക്കൽ ലൈഫിൽ അവന് ആവശ്യമുള്ള പലതും അവനെ പഠിപ്പിക്കുന്നുമില്ല. ഒരാവശ്യമില്ലാത്ത ചരിത്രത്തിലെയോ അല്ലെങ്കിൽ അവൻ്റെ ഭാവിയെ ഒട്ടും ബാധിക്കാത്ത, അവന് പ്രയോജനപ്പെടാത്ത ഒത്തിരി വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട് സിലബസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ സിലബസുകളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട്, വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുവാനുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി, പെട്ടെന്ന് അവന് നിസ്സഹായനായി പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല.
സാറ് അധ്യാപനം എന്നുള്ള നിലയിൽ സാറിന് കുറച്ച് അതെ അതെ, വളരെ വളരെ ഗഹനമായ ഒരു വിഷയമാണത്. വളരെ നാളുകളായിട്ട്, ഇന്നല്ല വളരെ നാളുകളായിട്ട് വിദ്യാഭ്യാസ വിദഗ്ധർ, അധ്യാപകർ, മാതാപിതാക്കളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാകേണ്ട വ്യത്യാസം. അതുതന്നെയാണല്ലോ വിദേശത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ അവരെ ആസ്വദിച്ച് പഠിക്കുന്നു. ഇവിടെ നിന്ന് പറയുന്ന സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കുന്നു. കാരണം ഇവിടെ പഠിക്കുന്ന പല കാര്യങ്ങളും MSc കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന ജോലി, അവർ പറയുന്നത് 12th സ്റ്റാൻഡേർഡിലെ സാറേ 12th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി മാത്രം മതിയായിരുന്നു ഈ ജോലി ചെയ്യുന്നതിന്. അപ്പം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോയെങ്കിലും അതിൻ്റെ ആവശ്യം എനിക്ക് അവിടെ വരുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രായോഗിക ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ള ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ചാനലൈസ് ചെയ്യാം. ഇന്നത്തെ തലമുറ വളരെ ഇന്റലിജന്റ് ആണ്. അവർക്ക് ധാരാളം ആശയങ്ങളുണ്ട്. അവർ വളരെ ഇന്നേറ്റീവാണ്. ആ മേഖലകളിലേക്ക് ചാനലൈസ് ചെയ്ത് വിടുകയാണെങ്കിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാകുകയില്ല. അപ്പൊ ഈ കൊച്ചു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ കാണുന്ന സിലബസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ പേടി തോന്നും. ഇത്ര ഇവരെങ്ങനെ പഠിച്ചെടുക്കും? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവർ ജോലി ചെയ്യാൻ പോകുന്ന ആ മേഖലകളിലേക്കൊക്കെ ഇപ്പോഴേ അങ്ങനെ അടിസ്ഥാനമായ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്ത് ബേസിക് ആയ കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ ഒരു അടിത്തറ മാത്രം. അല്ലാതെ ഈ ഭാരം കെട്ടിവെക്കുന്നതിന് അധ്യാപകർക്ക് വളരെ വിയോജിപ്പുണ്ട്. പക്ഷേ ആ ഒരു വീക്ഷണം, ഒരു റിസർച്ച് പല കാരണങ്ങളാൽ ഇന്ത്യയിൽ നടക്കുന്നില്ല. എന്നാൽ ഓട്ടോണമസ് കോളേജസ്, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, അവരൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അത് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം താഴ്ന്ന ക്ലാസ്സുകളിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ സിലബസിന്റെ കാര്യം. CBSE ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പം തന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് 2 എക്സാമിനേഷനായിട്ട് മാറ്റുകയാണ്. അവർക്ക് പറ്റുന്ന, അവരെ കൊണ്ട് കഴിയുന്ന സിലബസ് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷ വേണ്ടിയവർക്ക്. അപ്പം 2 എക്സാമിനേഷനൊക്കെ നടത്താൻ വേണ്ടി ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഗഹനമായ ചിന്തകൾ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അത് അനിവാര്യമാണ്. കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ, പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ പഠനമെന്ന് പറയുന്നത് ഒരു ഭാരമായി തീരും. അവരൊരിക്കലും എൻജോയ് ചെയ്യുന്നില്ല. സാറേ, ഇത് ഈ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ഈ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് ഈ ടീനേജേഴ്സിനെ, അത് കഴിഞ്ഞ് യൗവനാരംഭത്തിലേക്ക് വരുന്ന വല്ലാതെ സ്വാധീനിക്കും. സിനിമ, അതുപോലെ ഈ വെബ് സീരീസുകൾ, ഇതെല്ലാം ഈ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ് ഇന്നത്തെ ഈ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം അതുണ്ടാക്കുന്ന ഈ കുട്ടികളിൽ, ചെറുപ്പക്കാരിൽ അവർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അവസാനത്തെ വഴിയായിട്ട് ഈ കൊലപാതകങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഒരു ചിന്ത, ഈ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് സിനിമയെ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയെ ഞാനൊക്കെ ചിന്തിക്കുന്നു. ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ്, അതാണ് ഒരു പ്രധാന കാരണം. ഈ സിനിമയിൽ കാണുന്ന ഒരു വില്ലൻ അല്ലെങ്കിൽ ഹീറോ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കാണുന്നതെന്ന് പറയുന്നത് വയലൻസ് ആണ്. അപ്പം തലമുറ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അത് യഥാർത്ഥമായി ഉൾക്കൊള്ളുന്നവരാണ്. ഇതൊരു യാഥാർത്ഥ്യമല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് കാണുമ്പോൾ ആ വയലൻസിൽ കൂടെയാണ് പരിഹാരം എന്നുള്ള ഒരു ചിന്താഗതി അവരിലേക്ക് വരുന്നു. മാത്രമല്ല, പറഞ്ഞു തീർക്കുന്നതിനെക്കാട്ടിൽ കൊടുത്തു തീർക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചിന്താഗതി, അതാണ് പൗരുഷത്വം എന്നുള്ള ഒരു ചിന്താഗതിയോട് വരുന്നത്. കാരണം അവർ കാണുന്ന ഹീറോ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് അടിച്ചു തീർക്കുകയാണ്. അതുമാത്രമല്ല, ഈ കൊലപാതകങ്ങളൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം സിനിമയിൽ ഇന്ന് കാണുന്ന കൊലപാതക സീനുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സീനുകളും ഇന്നത്തെ സീനുകളും തമ്മിലുള്ള വ്യത്യാസം
ഞാൻ വായിച്ചു മനസ്സിലാക്കിയെന്ന് പറയുന്നത്, ഇപ്പോഴും കുറച്ചുകൂടെ വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഓരോ മോമെന്റും വിഷ്വലും വളരെ ഡീറ്റെയിൽഡ് വിഷ്വൽസ് ആണ് വരുന്നത് കാണുന്നത്. അത് കഴിഞ്ഞുള്ള വിശകലനവും അതുപോലെയാണ്. അത് സിനിമ, ആ സിനിമാ മേഖല അത് പരക്കെ ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അല്ല, സിനിമാക്കാർ പറയുന്നത് ഇത് യാഥാർത്ഥ്യമാണെന്നൊരു തോന്നൽ നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണ്. സിനിമയെ ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ നിലവാരം താണുപോയതിൽ ഞങ്ങളാണോ ഉത്തരവാദി എന്നുള്ളൊരു മറുചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അല്ല, ഒരു വലിയ സിനിമാക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു സിനിമ കണ്ടിട്ട് വിവേകമുള്ള ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. വിവേകമുള്ളവർ ചെയ്യത്തില്ല, പക്ഷെ വിവേകമില്ലാത്ത എത്രയോ പേരുണ്ട്. അതെ, സിനിമ കാണുന്ന എല്ലാവരും വിവേകമുള്ളവരാകണം എന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. അതുപോലെ തന്നെ വെബ് സീരീസ് മീഡിയയിൽ തന്നെ ഇപ്പം നമ്മൾ പണ്ടൊരു കൊലപാതകം ഉണ്ടായി എന്ന് പറഞ്ഞ് ആ വാർത്ത അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ലൈവാണ്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഓരോ ഡീറ്റെയിൽസും നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞുങ്ങളോട് ഇരുന്നാണ് അത് കാണുന്നതെന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽസ് കുറച്ച് കടന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത്. മാത്രമല്ല, ഈ ചില ചാനലൊക്കെ എന്ന് പറയുന്നത് ക്രൈം സീരീസ് തന്നെ കാണിക്കുമല്ലോ, ഒരു പ്രത്യേക പ്രോഗ്രാമായിട്ട് അത് കാണിക്കും. അന്നുണ്ടായ ക്രൈമുകളെല്ലാം കൂടെ ചേർത്തിണക്കി അതെങ്ങനെയാണ് നടന്നത് എന്നതിൻ്റെ പറ്റി ഒരു എക്സ്പ്ലനേഷന് അവർ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ പല ഈ ക്രൈം സീരീസുകൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്ത് അയാൾക്ക് പറ്റിയ പരാജയം എവിടെയാണ്, എന്തുകൊണ്ടാണ് അയാൾ പരാജയപ്പെട്ടത്, അല്ലെ അയാൾ പിടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അടുത്ത ഒരാളത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു കുഴപ്പം കൂടെ പരിഹരിച്ച് അടുത്ത ആ കുറ്റകൃത്യം കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കി വിടുക എന്നൊരു. അതെ, അതിന്റെ അപകടത്തെ പറ്റിയോ അതിന്റെ പരിഹാരത്തെ പറ്റിയോ പറയുന്നതിന് പകരം അവർ പറയുന്നത് എങ്ങനെയാണ്, എത്ര നന്നായിട്ട് അവർ ചെയ്തു, അതെ, ബുദ്ധിപൂർവ്വം അവർ ചെയ്തു, എത്രയും എന്തെല്ലാം ലൂപ്പ് ഹോൾസ് അടയ്ക്കാമോ അതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാണ് പലപ്പോഴും അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് വീഡിയോ ഗെയിംസ് എന്ന് പറയുന്നത്. വീഡിയോ ഗെയിംസ് അതുപോലെ തന്നെ അവര് പിള്ളേർ കളിക്കുമ്പോൾ കൊല്ലുക തകർക്കുക എന്നുള്ള ഒരു മെസ്സേജിൽ കൂടെയാണല്ലോ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം, ഈ സിനിമ ഉണ്ടാക്കുന്നത് 15 വയസ്സുകാരും 16 വയസ്സുകാരനോ അല്ല. ഈ സിനിമ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് പ്രായമുള്ളവരാണ്. അപ്പൊ അവരിത് സമൂഹത്തിൽ എത്ര ദോഷം ചെയ്യുമെന്നുള്ളതൊന്നും ചിന്തിച്ചുകൊണ്ടല്ലോ, ആ ധാർമ്മിക ബോധമൊന്നും കൊണ്ടല്ല. അതവർക്ക് മാർക്കറ്റ് കിട്ടണം, അവരുടെ സിനിമ വിജയിക്കണമെന്ന് തന്നെ കാലഘട്ടത്തിന്റെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് ഈ മീഡിയ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നു, എന്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, അതിന് കൂടുതൽ പ്രചാരം കൊടുക്കുന്നു, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുന്നു. അതാണ് സിനിമയിലും വെബ് സീരീസിലും ഒക്കെ സംഭവിക്കുന്നത്. സാറേ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ഒലച്ചു കളഞ്ഞൊരു സംഭവമാണ്. ഒരു സ്ത്രീ തൻ്റെ 2 മക്കളുമായിട്ട് ട്രെയിനിൻ്റെ മുൻപിൽ ഒന്നിച്ച് ആ കുഞ്ഞുങ്ങളോടുകൂടെ ആത്മഹത്യ ചെയ്തത്. വല്ലാതെ നമ്മുടെ ആ വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ആ ട്രെയിൻ ഓടിച്ചിരുന്ന വ്യക്തി, ലോക്കോ പൈലറ്റ് പറയുന്നത് അത് ആ വിഷ്വൽ അയാളുടെ മനസ്സിൽ നിന്നും മാറിപ്പോകുന്നില്ല. അത്രയ്ക്ക് തീവ്രമായ ഒരു അനുഭവം അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലിങ്ങനെ വിങ്ങി നിൽക്കുക. അതിനെക്കുറിച്ച് ഒത്തിരി ചർച്ചകൾ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മളുടെ മനസ്സിനെ വല്ലാതെ വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അവളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പലർക്കും സഹായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൾ തുറന്നു പറഞ്ഞാൽ ആർക്കും അവളെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, സഹായിക്കാൻ പറ്റിയില്ല. അവളുടെ സഭയ്ക്ക് പറ്റിയില്ല, പ്രസ്ഥാനങ്ങൾക്ക് പറ്റിയില്ല, അയൽവക്കത്തുള്ളവർക്ക് പറ്റിയില്ല, ആർക്കും അവളെ സഹായിക്കാൻ പറ്റിയില്ല. അവസാനത്തെ ഒരു അത്താണിയായിട്ട് ആത്മഹത്യ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതിലേക്ക് അവൾ എത്തിച്ചേരുന്നത് ദീർഘനാളുകളുടെ ആലോചനയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോഴായിരിക്കും. നമുക്ക് ഈ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മഹത്യയുടെ റേറ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കും.
പ്രത്യേകിച്ച് അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. സാമ്പത്തിക വശങ്ങളുണ്ട്, ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ടാകാം. പക്ഷെ അത് അനലൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാതെ നമുക്ക് എങ്ങനെ ഈ സമൂഹത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് പോസിറ്റീവായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നത്? വളരെ ദുഃഖത്തോടാണ് ആ വാർത്തകൾ നമ്മൾ കാണുന്നത്. മിടുക്കരായ 2 കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് കാണും. അവർ പല വാതിലുകളും മുട്ടിക്കിട്ടത്, ആ എല്ലാ വാതിലുകളും അടഞ്ഞ് ആർക്കും അവർക്ക് വേണ്ടി സഹായിക്കാൻ ഒത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല, ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവർ ജീവിതം അവസാനിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ തക്ക സമയത്ത് ഇടപെടുക എന്ന് പറയുന്നത്. നമ്മളൊരു പക്ഷേ നമ്മുടെ പണമോ നമ്മുടെ ടൈമോ ഒക്കെ കുറേയൊക്കെ ഒരു നേർവഴിയിലേക്ക് ചാനലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ളവർ വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ നമുക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റും. അതിനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് മലയാളികൾക്കുണ്ട്. അത് സമൂഹത്തിലുണ്ട്, സഭയിലുമുണ്ട്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള, ഞാൻ ബോംബെയിൽ വിൽസൺ കോളേജിലായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുജറാത്തി ഡോക്ടർ ഞങ്ങൾക്ക് തന്ന ഒരു പ്രൊജക്റ്റുണ്ട്. ആ ഒരു ചെറിയ സ്ഥലത്ത് കുറച്ച് കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളെ നമുക്ക് ഉദ്ധരിക്കുവാൻ വേണ്ടി ഈ അത്ര ഏരിയയിലുള്ള ഞങ്ങളുടെ വാർഡിലുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഞങ്ങളുടെ ലൈനിലുള്ള വീട്ടുകാരെല്ലാവരും കൂടി മാസം തോറും ഒരു തുക തന്നിട്ട് ഈ വീട്ടുകാരെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ആ വീടുകളിലേക്ക് വിദ്യാർത്ഥികളുമായി ഞങ്ങൾ പോയി സർവേ നടത്തിയതും പിന്നെ ആ ഡോക്ടർ നടത്തിയ ഇടപെടലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്തുള്ള കുടുംബങ്ങളെ, സമ്പന്നരായ ധാരാളം പേരുണ്ട്, എന്നാൽ അതിൻ്റെ നടുവിൽ എത്ര പേര് ദുരിതം അനുഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയുന്നതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവർ മുട്ടുമ്പോൾ അവരുടെ വേദന ഉൾക്കൊള്ളുവാൻ ഉള്ള ഒരു മാനസികാവസ്ഥയുടെ ഹൃദയവിശാലത ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. ഇത് നമ്മൾ ഉണരേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സഭകളും സമൂഹവും ഇതിനു വേണ്ടി ചെയ്യണം. നമ്മുടെ ഇടയിൽ കഷ്ടപ്പെടുന്നവരെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ് ഇപ്പോൾ. അല്ല, സഭകൾക്ക് ഇതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട് സാറേ. കാരണം ഒരു പ്രമുഖ ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ സാമൂഹ്യ സേവന രംഗത്തും ചാരിറ്റി രംഗത്തും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഭയുടെ ഒരു കുടുംബത്തിനാണ് ഈ അനർത്ഥം ഉണ്ടായത്. ഏത് സഭയ്ക്കും ഏതിടത്തും സംഭവിക്കാം. ഞാൻ പറഞ്ഞത് അവർക്ക് വഴികളുണ്ടായിരുന്നു, സാധ്യതകളുണ്ടായിരുന്നു, അതെല്ലാം അവരുടെ മുൻപിൽ അടഞ്ഞുപോയി. സഭകൾക്ക് ഈ കാര്യത്തിൽ ഒരു വലിയ റോളുണ്ടെന്നാണ് എൻ്റെ ചിന്ത. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ സഭകളാണ് പെന്തക്കോസ്ത് സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഓരോ കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അംഗസംഖ്യയിൽ കുറവായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനൊക്കെയുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ മേഖലയിൽ വളരെയധികം ശ്രദ്ധ നമ്മൾ സഭയായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ദീർഘനാളുകളായിട്ട് ഇങ്ങനെ ഉള്ള നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ സഭകൾ കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങളിൽ അവെയറാണ്. ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം അവരെ സഹായിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക്. അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇങ്ങനത്തെ കുറേ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ഈ കുടുംബ പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് ഒത്തിരി ചിലപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ സാമ്പത്തിക നിലയിലുണ്ടാകുന്ന അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ സഹായിക്കാനായിട്ട് കുറച്ചും കൂടെ സഭകൾക്ക് റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ചുമതല നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കാരണം നമുക്ക് ഈ ധാരാളം പേര് ഒരു പക്ഷേ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത് വിശ്വസ്തരായ ആളുകളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ഒരു നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ പണത്തിന് ഒരു ക്ഷാമം ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ട്, ഇതിന് ഒരു എഫക്റ്റീവായ ഒരു മെഷീനറി ഉണ്ടാകണം. ഇപ്പോൾ ഒരു സഭയിൽ, കൊച്ചു സഭയാണെങ്കിൽ കൂടി ആ കൊച്ചു സഭയിൽ ബുദ്ധിമുട്ടുന്നവരെ ആരുണ്ട്? വിദ്യാഭ്യാസമായ ബുദ്ധിമുട്ടുണ്ടാകാം, ജോലിയില്ലാത്തവരുണ്ടാകും, രോഗികളായിട്ടുള്ളവരായിരിക്കും. ഇവരിലേക്ക് എത്തുവാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെയുള്ള കൂട്ടായ ഒരു ശ്രമം ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സഭയിൽ വരുന്ന അനാവശ്യ ചെലവുകളൊക്കെ
വെട്ടിക്കുറയ്ക്കാനോട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് പറയും. നമ്മൾ കാലത്തിനനുസരിച്ചുള്ള ആ ചെലവിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക്. ആർഭാടങ്ങളിലേക്ക് പോകാനുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ളവരിലേക്ക് തിരിയാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാകണം. അവിടുന്ന് തുടങ്ങണം. നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് അവിടുന്നാണ് ഞങ്ങൾ ഇത്രയും ചെയ്തു, ഇത്രയും ചെയ്യണം, ഈ സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാർ തീർച്ചയായിട്ടും സഹായത്തിന് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സാറേ, അല്പം ദീർഘമായ സംഭാഷണമാണ് നമ്മൾ നടത്തിയത്. കാരണം ഈ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം നമുക്കത് സംസാരിക്കാതിരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. സത്യത്തിൽ എനിക്ക് നെഗറ്റീവ് കാര്യങ്ങൾ പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അനിവാര്യമായി വരുന്നു. നമ്മുടെ സഭയ്ക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സഭയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് മതിൽ പണിത് ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല എന്നാണ് ആ വാക്യം. അപ്പം എൻ്റെ ചിന്ത, നമ്മളുടെ ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അതിന് കാവൽ നിൽക്കുവാൻ വിവിധ നിലകളിലുള്ള മതിൽ പണിത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ ഒരു മതിൽ പണി പോലെയാണ്. മതിൽ പണിത് അതിന് കാവൽ നിൽക്കുവാനുള്ള ഒരു ദൗത്യം സത്യത്തിൽ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ആ കാവൽ നിൽപ്പിൻ്റെ ഭാഗമായിട്ട് മതിൽ പണിയാൻ കൂടെ നമ്മൾ തയ്യാറാകണം. അപ്പം പ്രാർത്ഥന മാത്രം പോരാ, വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ കൂടെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം, ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന് നമ്മുടെ ഒരു കരുതൽ ആവശ്യമുണ്ട്. ഈ ഭൂമിയുടെ ഉപ്പായിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പം ഇതിനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സാർ എന്ത് പറയുന്നത്? സഭയ്ക്കുള്ള ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രായോഗികമായിട്ട് സഭ സമൂഹത്തിൽ നിന്ന് അകന്നുപോയി, ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, സഭാജനങ്ങളിൽ നിന്ന് തന്നെ സഭ കോട്ട് ആൻഡ് അൺകോട്ട് അകന്നുപോയി, അയൽവാസികളിൽ നിന്ന് സഭ അകന്നുപോയി. പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. അയൽവാസികൾക്ക് നമ്മൾക്ക് അവരെ പറ്റി ഉണ്ടായിരുന്ന ഒരു ഭാരം, അത് സഭയ്ക്കില്ലാതെ പോയി. നമ്മുടെ സഭയുടെ കെട്ടുപാടുകളിലാണ്, സ്ട്രക്ചറിലാണ്, പുരോഗതിയിലാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷനിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധ വധിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ അനിവാര്യമാണ്, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ, ആ ബഡ്ജറ്റ്, സഭയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ബഡ്ജറ്റിൻ്റെ അതിൻ്റെ ഒരു അംശം സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, അത് നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് മാത്രമല്ല, നമുക്ക് പക്ഷേ പറ്റുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് നമ്മളുടെ ആളുകളിലേക്ക് മാത്രമായിട്ട് ചെയ്യും. നമ്മളെ പറ്റിയുള്ള ഒരു പ്രധാന പരാതിയാണ്. അവിടുന്ന് മാറിയിട്ട് ആരാണെങ്കിൽ കൂടി സഹായം അർഹിക്കുന്ന നമ്മൾ പാർക്കുന്ന ചുറ്റുപാടുള്ള, അത് സഭ നിൽക്കുന്ന ചുറ്റുപാടമാകാം, നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടമാകാം, അവിടെ നിൽക്കുന്നവരെ ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവരിലേക്ക് എത്താനുള്ള ഒരു വിശാലത നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ ഈ ഉപ്പ് എന്നുള്ളത് പ്രാധാന്യം ഉണ്ടാകൂ. അല്ലെങ്കിൽ അതൊരു തിയറി ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അത് ഒരു പ്രധാന കാരണം. ഞാൻ കണ്ടുവരുന്ന ദുഃഖകരമായ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ഉള്ളവരിൽ പോലും തന്നെ നമുക്ക് എത്താൻ കഴിയുന്നില്ല, എന്നാൽ മറ്റുള്ളവരിലേക്ക് ഒട്ടും തന്നെ എത്താനുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല. അങ്ങനൊരു ഭാരവുമില്ല, അങ്ങനൊരു ദർശനവുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, സഭ എന്നുള്ള നിലയിൽ സഭയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ചെറിയ എൻ്റെ പ്രായത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ വളരെ ചെറിയ സഭകളായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ സഭയിൽ ദർശനമുള്ള അമ്മച്ചിമാരുണ്ടായിരുന്നു, പിതാക്കന്മാരുണ്ടായിരുന്നു, പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ ധ്യാനത്തിനിടയിലൊക്കെ അവർ കാണുന്ന ദർശനങ്ങൾ സഭയിൽ വന്ന് പറയുമായിരുന്നു. അപ്പോൾ ദേശത്ത് എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കുവാൻ പോകുന്നു എന്ന ഒരു ദർശനം അവർക്ക് ലഭിക്കുമ്പോൾ അവർ വന്നത് പറയുകയും സഭയായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇന്ന് കാലത്ത് അങ്ങനൊന്നും നമ്മൾ കാണുന്നുമില്ല, അതൊന്നും ആരും പറയുന്നുമില്ല.
എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ, കോവിഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇത് ഇന്നടത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഉള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു ദേശത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു തകർച്ചയെക്കുറിച്ച്, ഒരു ദുരന്തത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു അനർത്ഥത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ ദൈവം തൻ്റെ ദാസന്മാരോട് മുൻകൂട്ടി അറിയിക്കുമെന്നുള്ള ദൈവവചന പ്രകാരം പലരും അങ്ങനത്തെ ദർശനങ്ങൾ കാണുകയും അതൊക്കെ പരസ്യമായി പറയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവാസമൊക്കെ എടുക്കുകയും ചെയ്യുന്നത് പഴയകാല പെന്തക്കോസ്ത സഭകളുടെ ഒരു രീതിയായിരുന്നു. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വസിക്കുന്ന ഈ കേരളം, ദൈവം നമുക്ക് തന്ന മനോഹരമായ ഈ ദേശം, ഇത് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം എടുക്കണം. നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ ഇടപെടലുകൾ ആവശ്യമുള്ള ഇടത്ത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർണ്ണ തോതിൽ ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ ഈ കേരള സമൂഹത്തെ ഏതെങ്കിലും നിലയിൽ ഒരു വിരൽ കൊണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, താങ്ങുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കതിനു വേണ്ടിയുള്ള ഒരു പുനഃസമർപ്പണത്തിൻ്റെ സമയമായി കൂടെ ഈ ദുരന്ത വാർത്തകളുടെ കാലഘട്ടം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദുരന്തങ്ങളിലൊക്കെ, നമ്മൾ കേട്ട ഈ ദുരന്തങ്ങളിലൊക്കെ ഇരയാക്കപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ, അതിവേദനയിലായിരിക്കുന്നവർ, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ ആശ്വാസം കൊടുക്കട്ടെ. നമ്മുടെ ദേശത്തിന് സൗഖ്യമുണ്ടാകട്ടെ. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കും.